നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പർവേഷ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് ഉപമുഖ്യമന്ത്രി പദം ലഭിക്കും. വിജേന്ദർ ഗുപ്ത സ്പീക്കറാകും. ആഘോഷ പൊലിമയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അധികാരമേൽക്കും മുമ്പേ പ്രഖ്യാപനവുമായി രേഖ ഗുപ്ത. വനിതകൾക്ക് 2500 രൂപ അടക്കം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപനം. ശീഷ് മഹലിൽ താമസിക്കുന്നില്ലെന്നും രേഖ ഗുപ്ത. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന സമരം 11ാം ദിനത്തിൽ. പ്രതിഷേധങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രതിഷേധക്കാരുടെ മഹാസംഗമം. സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ പ്രതിപക്ഷ സംഘടനകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തിവരുന്ന രാപ്പകൽ സമരത്തിനെതിരെ മരട് സ്വദേശി എൻ പ്രകാശ് നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതയും റോഡും കയ്യേറി നടത്തിയ രാപ്പകൽ സമരം കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നാണ് ഹർജിക്കാരന്റെ വാദം. സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയ്ക്കും ആശാ വർക്കർമാരുടെ നേതാക്കൾക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ, ജസ്റ്റിസ് എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ആശാ വർക്കർമാരുടെ വേതന കാര്യത്തിൽ കേന്ദ്രത്തെ വിമർശിച്ച് മന്ത്രി വീണ ജോർജ്. ആശമാരുടെ വേതനത്തിന് 100 കോടി വേണ്ടിയിരുന്നു. കേന്ദ്രം 1 രൂപ പോലും നൽകുന്നില്ല. കേരളത്തിന് നൽകേണ്ടതായ തുക കേന്ദ്രം നൽകണം. ഇതിനായി ആശാ വർക്കർമാർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണെന്നും മന്ത്രി. PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷം. സർക്കാർ ജനങ്ങളെ പരിഹസിക്കുകയാണെന്നും സാധാരണക്കാരന്റെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചാണ് ശമ്പള വർധനയെന്നും BD സതീശൻ. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത ഉയർത്താൻ ശുപാർശ. പ്രതിവർഷ തുക 11.31 ലക്ഷമാക്കാനാണ് ശുപാർശ. പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകി. പ്രതിവർഷം അനുവദിച്ച തുക 5 ലക്ഷം TA കൂട്ടണമെന്ന ആവശ്യം ഉയർന്നത് ഇന്നലെ നടന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിൽ. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരത്തിനുമേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണ് UGC കരട് ചട്ടഭേദഗതി നിർദ്ദേശങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC ചട്ടഭേദഗതിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തമിഴ്നാട്, തെലങ്കാന, കർണാടക സർക്കാർ പ്രതിനിധികളും കൺവെൻഷനിൽ. ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. നമ്മുടെ സംസ്ഥാനത്തടക്കം ഗവർണർമാർ പരിധി കടക്കാൻ ശ്രമം നടത്തി. അവരുടെ യജമാനന്മാർക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ കളി. സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിട്ടും അത് തുടർന്നുവെന്നും വിമർശനം. വനം വകുപ്പിനെ ന്യായീകരിച്ച മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോഴെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ആക്രമണങ്ങൾ പലതും നടക്കുന്നത് കാടിനുള്ളിൽ വെച്ചാണ്. വനം വകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് മന്ത്രി. പരാതികൾ വൈകാരിക സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതെന്നും പല ചർച്ചകളും പോസിറ്റീവ് അല്ലെന്നും മന്ത്രി പറഞ്ഞു. പരാമർശങ്ങൾ News 18 Q18. അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടി കോടനാട് എത്തിച്ച ആനയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. ആന സാധാരണ നിലയിലാകാൻ 30% സാധ്യത മാത്രമേ ഉള്ളൂവെന്ന് ഡോക്ടർമാർ. 1.5 മാസത്തോളം ചികിത്സ വേണ്ടിവരുമെന്ന് വിലയിരുത്തൽ. കോഴിക്കോട് വിലങ്ങാട് പാനോത്ത് കടുവാ ഭീതി. തുടർച്ചയായ ദിവസങ്ങളിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചു. വനം വകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ തുടങ്ങി. പാലക്കാട് നെല്ലിയാമ്പതി പുലയമ്പാറയിൽ കിണറ്റിൽ വീണ പുലിയെ രക്ഷിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് പുലി വീണത്. കിണറ്റിലേക്ക് കൂടിറക്കിയാണ് പുലിയെ കരയ്ക്ക് കയറ്റിയത്. RRT സംഘവും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിച്ചാണ് രക്ഷിച്ചത്. പുലി പൂർണ്ണ ആരോഗ്യവാനാണ്. പുലിയെ പറമ്പിക്കുളം വനമേഖലയിൽ തുറന്നുവിട്ടു. ബിഷപ്പുമാർക്കെതിരെ വീണ്ടും മന്ത്രി AK ശശീന്ദ്രന്റെ വിമർശനം. രാഷ്ട്രീയക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ബിഷപ്പുമാർ സംസാരിക്കരുത്. നടക്കുന്നത് പലതും സംസ്ഥാന വിരുദ്ധ പ്രചാരണങ്ങൾ മലയോര ജനതയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള മത്സരത്തിന്റെ ഭാഗമാണെന്നും മന്ത്രി. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും തരൂർ വിവാദത്തിന് പരിഹാരമില്ല. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണെന്ന നിലപാടിൽ ഉറച്ചു തരൂർ. തരൂരിന്റെ നീക്കത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ കടുത്ത എതിർപ്പിൽ. തരൂരിന്റെ കണക്കുകൾ തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. തരൂരിനെ തിരുത്താൻ തങ്ങൾ ആളല്ലെന്നും ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടട്ടെ എന്നും സതീശൻ.
കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഹൈക്കമാൻഡിനെ നേരിൽ കാണാൻ മുസ്ലിം ലീഗ് നീക്കം. ലീഗിന്റെ നടപടി കോൺഗ്രസിലെ തർക്കങ്ങൾ UDFന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. KMML ജോലി വാഗ്ദാനം ചെയ്ത് ലീഗ് നേതാവ് പണം തട്ടിയെന്ന് പരാതി. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലീഗ് നേതാവ് അബ്ദുൽ വഹാബിനെതിരെ പരാതി നൽകിയത് പന്മന സ്വദേശി താജുദ്ദീൻ. 25 ലക്ഷം രൂപയാണ് തട്ടിയത്. പണം കൈമാറുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഞാനല്ലേ പറഞ്ഞ ഏപ്രിലെന്ന് പറഞ്ഞാൽ ഏപ്രിൽ ശരിയാവുമെന്ന് പറയും. അവർ ലിസ്റ്റ് ഞാൻ പറഞ്ഞു ശരിയാവും ഉറപ്പ് പറഞ്ഞു. ഇത് ഈ മെയ്യില് റിട്ടയർമെന്റ് ഈ മെയ് റിട്ടയർമെന്റ് PSC അതാ ഞാൻ ചോദിച്ചപ്പോ എന്താണ് പറയാ PSC ഇങ്ങനൊക്കെ ഉണ്ടല്ലേ? അവർ പുറത്തുള്ളവർക്കെല്ലാം PSC അറിയാം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ മണ്ഡലം പ്രസിഡന്റ് അടക്കം 3 പേർക്ക് പോലീസ് കേസ്. മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ പ്രാദേശിക നേതാക്കളായ പ്രതികളുടെ പേര് എടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ആരോപണ വിധേയർക്കെതിരെ പാർട്ടിതല നടപടിയും ഉണ്ടാകുമെന്ന് സൂചന. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് CPM സംസ്ഥാന സമിതി ഇന്ന് അംഗീകാരം നൽകും. സംഘടനാ റിപ്പോർട്ടിന് ഒപ്പം പുതുക്കിയ നവകേരള വികസന രേഖയും സമ്മേളനത്തിൽ വയ്ക്കും. നവകേരള വികസന രേഖ അവതരിപ്പിച്ചത് എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ. അടുത്ത മാസം 5-ന് സംസ്ഥാന സമ്മേളനത്തിന് പതാക ഉയരുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്ത്. കോഴിക്കോട് കോടഞ്ചേരിയിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ മരണത്തിൽ വിശദീകരണവുമായി താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ്. നിയമനത്തിനായി പണം വാങ്ങിയിട്ടില്ല. സ്ഥിരം നിയമനം ലഭിക്കാൻ തടസ്സമായത് ഭിന്നശേഷി സംവരണത്തിലെ സാങ്കേതിക തടസ്സം. മാനേജ്മെന്റ് താൽക്കാലിക ധനസഹായം നൽകിയിരുന്നുവെന്നും വിശദീകരണം. അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി KSTA. താമരശ്ശേരി AEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് KP അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപികയുടെ മരണത്തിന്റെ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി അടക്കം 3 പേർ അറസ്റ്റിൽ. മലയാളിയായ PA അഭിലാഷിനെ കൊച്ചിയിൽ നിന്നാണ് NIA പിടികൂടിയത്. നേരത്തെ കേസിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. നാവികസേനയുടെ സുപ്രധാന വിവരങ്ങൾ പാക് ചാരസംഘടനയ്ക്ക് കൈമാറിയെന്നാണ് കേസ്. കൈക്കൂലി കേസിൽ എറണാകുളം RTO അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ അന്വേഷണവുമായി വിജിലൻസ്. RTO TM ജേഴ്സൺ മുൻപും കൈക്കൂലി വാങ്ങിയുവെന്ന് പരിശോധിക്കും. ജേഴ്സനെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. ഫോർട്ട് കൊച്ചി ചെല്ലാനം ഭാഗത്തെ സ്വകാര്യ ബസ്സുടമയിൽ നിന്ന് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ജേഴ്സൺ കൈക്കൂലി വാങ്ങിയെന്നാണ് പരാതി. ബ്രൂവറി അനുമതിയിൽ CPM CPIയെ അപമാനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലപാടില്ലാത്ത പാർട്ടിയായി CPI മാറി. ഇളപ്പുള്ളിയിലെ ബ്രൂവറിയിൽ പിന്നോട്ടില്ലെന്ന LDF പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് വിമർശനം. പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് CSI സഭ. വിഷയത്തിൽ സർക്കാർ ജനവികാരം മാനിക്കണമെന്ന് CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശിച്ചെറിയാൻ ആവശ്യപ്പെട്ടു. മദ്യശാല സ്ഥാപിക്കുന്നത് കേരളത്തിന് ദോഷകരമാണെന്നതാണ് ക്രൈസ്തവ സഭകളുടെ നിലപാട്. ബ്രൂവറി വിഷയത്തിൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ ചർച്ചകൾ നടക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു. അന്താരാഷ്ട്ര വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസകോശ അണുബാധ കുറഞ്ഞതായി വത്തിക്കാൻ. സഹപ്രവർത്തകരുമായി മാർപ്പാപ്പ സംസാരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി മാർപ്പാപ്പയെ സന്ദർശിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ സ്വേച്ഛാധിപതിയെന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതെ മുന്നേറുന്ന സ്വേച്ഛാധിപതി. അദ്ദേഹം വേഗം സ്ഥാനമൊഴിയണം, ഇല്ലെങ്കിൽ രാജ്യം തന്നെ അവശേഷിക്കില്ല എന്ന് ട്രംപ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. കഴിഞ്ഞ മെയ്യിൽ സെലൻസ്കിയുടെ കാലാവധി അവസാനിച്ചതാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്തതിനാൽ സെലൻസ്കി തന്നെ പ്രസിഡന്റായി തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ പരാമർശം. ട്രംപിന്റെ അംഗീകാര റേറ്റിംഗിൽ ഇടിവ് രേഖപ്പെടുത്തി റോയിട്ടേഴ്സ് പോൾ. 47-ൽ നിന്ന് 45% റേറ്റിംഗ് കുറഞ്ഞത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾക്ക് ആശങ്ക ഉയർന്നതോടെയാണ് റേറ്റിംഗ് കുറഞ്ഞതെന്ന് വിലയിരുത്തൽ. ട്രംപ് അധികാരത്തിൽ എത്തിയതോടെ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ നികുതി ഭീഷണി ഉയർത്തുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന ആശങ്കയാണ് റേറ്റിംഗ് ഇടിയാൻ കാരണം.
ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കാര്യക്ഷമത കൂട്ടാൻ ഫണ്ട് നൽകിയ ബൈഡൻ സർക്കാർ നടപടിയെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് ട്രംപ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമേരിക്ക എന്തിന് പണം ചെലവഴിക്കണമെന്ന് ട്രംപ് ചോദിക്കുന്നു. ബൈഡൻ സർക്കാർ നൽകിവന്ന $21 മില്യൺ ഫണ്ട് മക്സ് നിർത്തലാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ വിമർശനം. മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിക്ക് 10 വർഷം തടവ് ശിക്ഷ വിധിച്ച് ജപ്പാൻ കോടതി. 2023 മുൻ പ്രധാനമന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കിഷിദയ്ക്ക് നേരെ പൈപ്പ് ബോംബ് എറിഞ്ഞ കിമുറ എന്ന ആൾക്കാണ് 10 വർഷം ജയിൽ ശിക്ഷ വിധിച്ചത്. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഭാഗികമായി പിന്മാറി. വെടിനിർത്തൽ കരാർ പ്രകാരം സൈന്യം പിന്മാറാൻ അനുവദിച്ച സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഇതോടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്തവർ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. ദ്രവ്യത്തിന്റെ പുതിയ അവസ്ഥ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട് മൈക്രോസോഫ്റ്റ്. ഖരം, ദ്രാവകം, വാതകം എന്നിവയ്ക്ക് പുറമെ 4ാമത്തെ അവസ്ഥയാണ് കണ്ടെത്തിയത്. ടോപ്പോളജിക്കൽ അവസ്ഥയാണ് 4ാമതായി വരുന്നത്. മെറോജാന 1 എന്ന ടോപ്പോ കണ്ടക്ടർ നിലനിൽക്കുന്നത് പുതിയ അവസ്ഥയിലെന്ന് മൈക്രോസോഫ്റ്റ്. ക്വാണ്ടം കമ്പ്യൂട്ടർ സൃഷ്ടിക്കാൻ പുതിയ കണ്ടെത്തൽ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ. 2032 ഡിസംബറിൽ ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹമായ 2024 YR4 കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ച് നാസ. 7 വർഷങ്ങൾക്കുള്ളിൽ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത കൂടിയെന്ന് വിലയിരുത്തൽ. നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഓബ്ജക്ട് സ്റ്റഡീസിന്റെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച ആശങ്ക ശാസ്ത്രജ്ഞൻ പങ്കുവച്ചത്. നോക്കാം ദേശീയ വാർത്തകൾ. ഉത്തരാഖണ്ഡിൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർക്ക് ഭൂമി വാങ്ങുന്നതിന് വിലക്കേർപ്പെടുത്താൻ സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട കരട് ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാനത്തെ കൃഷിയിടങ്ങൾ വാങ്ങുന്നതിനാണ് പുതിയ നിബന്ധന. 13 ജില്ലകളിൽ 11 ജില്ലകളിലും വിലക്ക് നിലവിൽ വരും. സംസ്ഥാനത്തിന്റെ വിഭവങ്ങളും പൈതൃകവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്ന് വിലയിരുത്തൽ. അസമിലെ കൽക്കരി ഖനിയിൽ അപകടത്തിൽപ്പെട്ട 5 തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ജനുവരി 6 വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്നാണ് 9 തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത്. 44 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെടുത്ത മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണ്. ഇനി തിരിച്ചറിയുന്നതിനായി DNA പരിശോധന നടത്തും. 4 പേരെ കൂടി കണ്ടെത്താനുണ്ട്. മധ്യപ്രദേശിൽ 3 വനിതാ നക്സലുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഛത്തീസ്ഗഡ് അതിർത്തിയിൽ പോലീസും നക്സൽ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ നീക്കത്തിനിടയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മരണം. ചിലർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തോക്കുകളടക്കം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പവർ ലിഫ്റ്റിംഗ് സ്വർണ്ണ മെഡൽ ജേതാവിന് പരിശീലനത്തിനിടെ അപകടമരണം. ജൂനിയർ നാഷണൽ ഗെയിംസിൽ പവർ ലിഫ്റ്റിൽ സ്വർണ്ണ മെഡൽ ജേതാവായ യാഷ്തിക ആചാര്യയ്ക്കാണ് പരിശീലനത്തിനിടെ ദാരുണാന്ത്യം സംഭവിച്ചത്. 270 കിലോഗ്രാം പരിശീലിക്കുന്നതിനിടെ ബാലൻസ് തെറ്റി വെയിറ്റ് ബാർ കഴുത്തിൽ വീണാണ് രാജസ്ഥാൻ സ്വദേശിയായ യാഷ്തിക മരിച്ചത്. 17 വയസ്സായിരുന്നു പ്രായം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. 27 വർഷത്തെ